തനിയെ തേങ്ങുന്നിതാ. ഒരു സംശയം ക്ലിയർ ചെയ്യാനാണ്. ഹരിയുടെ വീട്ടിലുള്ളവരെല്ലാം സതിയന്റിക്ക് അറിയാമോ? അറിയാമോ ആന്റി? എന്താ മോൾ അങ്ങനെ ചോദിച്ചത്? അതല്ലല്ലോ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. ചെമ്പിരിക്കൽ ഫാമിലിയിലുള്ളവരെ ആന്റിക്ക് അറിയാമോ? അതിന് ആൻസർ താ. അറിയാം. എങ്ങനെ? ഹരിപ്രസാദ് പറഞ്ഞറിയാം. അച്ഛൻ, അമ്മ, അമ്മാവൻ എല്ലാവരെ കുറിച്ചും ഹരി മിക്ക ദിവസവും ഇവിടെ പറയാറുണ്ട്. അങ്ങനെ അവരെ എല്ലാവരെയും എനിക്കറിയാം. സുപ്രിയക്ക് എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നാൻ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. പശുവിന്റെ കറവയാണെങ്കിൽ വറ്റാറായി. 2 ദിവസമായി ക്ടാവിന് കുടിക്കാനുള്ള പാലേ ഉള്ളൂ. ഇവിടുത്തെ ആവശ്യത്തിന് പാല് വേണമല്ലോ എന്ന് വെച്ച് കറന്നത്. എങ്കിൽ നാളെ മുതൽ വേറെ പാല് വാങ്ങാം. പശുക്കുട്ടിയെ പട്ടിണിക്കിടണ്ട. അത് സാരമില്ല, കാപ്പിക്കുള്ള പാല് കിട്ടും. തീറ്റ കൊടുക്കുന്നതല്ലേ, ഒക്കുന്നിടത്തോളം കറക്കാം. ഒരു പശുവിനെ കൂടി വാങ്ങിക്കുന്ന കാര്യം ആലോചിക്കാവുന്നതാണ്. ഇപ്പോഴുള്ളതിനെ തന്നെ നോക്കാൻ വയ്യ. അന്നേരം ഒരു പശു കൂടി. പറയുന്നവർക്ക് പറഞ്ഞാ മതി. പോകുന്നിടത്തെല്ലാം നന്ദന കൊണ്ടുപോവാ പശുവിനെ. അത് അസൗകര്യമല്ലേ ചേച്ചി? ഓഫീസിലാണെങ്കിൽ പശുവിനെ കെട്ടാൻ സ്ഥലവും ഇല്ല. പശുവിനെ നോക്കാനായി ഒരാളെ ശമ്പളത്തിൽ വെച്ചിട്ടുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? നോട്ടക്കാരനെ നോക്കാൻ വേറൊരാളെ വേണം, അല്ലെങ്കിൽ പശു ഒരു കോലമാവും. ഉദയേട്ടൻ തൊഴുത്തിന്റെ ഭാഗത്തേക്ക് പോവാത്തതുകൊണ്ട് എങ്ങനെയാ അതൊക്കെ അറിയുന്നേ? ഈ കാപ്പി കുടിച്ചു കഴിയട്ടെ, പോയി നോക്കാം. ആ നമ്പറിന്റെ കാര്യം കാർത്തിക പിന്നീടൊന്നും പറഞ്ഞില്ല. കിട്ടിയില്ലേ? ഏത് നമ്പര്? ആ ജോൽസിന്റെ ഫോൺ നമ്പർ. ഏത് ജോൽസിന്റെ നമ്പറാ? എനിക്കൊന്നും മനസ്സിലായില്ല. കാർത്തിക ഇന്നലെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അഡോപ്ഷൻ ഡീറ്റെയിൽസ് ഏതോ ജോൽസിനെ കൊണ്ട് നോക്കിക്കാന്ന്. ഇനി തടസ്സം ഉണ്ടാവുമോ, അഡോപ്ഷൻ എപ്പോൾ നടക്കുമെന്നൊക്കെ അയാൾ പറയത്തറേ. ഒക്കെ ശരിയായിരുന്നു, പക്ഷേ ഇനി അയാളുടെ നമ്പർ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അതെന്താ? ആ ജോത്സ്യർ ചത്തുപോയി. കഴിഞ്ഞ ദിവസമായിരുന്നു പോലും. ഒരു അസുഖം ഇല്ലാതിരുന്ന ആളാ. ഒരു നെഞ്ചുവേദന വന്നു, പോയി. മറ്റുള്ളവരുടെ ഭാവി പ്രവചിക്കുന്ന തിരക്കിനിടയിൽ തന്റെ ഭാവി എങ്ങനെയായിരിക്കും പാവം നോക്കി കാണില്ല. എവിടെയാ ഈ പറഞ്ഞ ജോൽസിന്റെ വീട്? വീട് ഇനി വീട് എവിടാന്ന് പറഞ്ഞിട്ട് എന്താ? ചത്ത കൊച്ചിന്റെ ജാതകം നോക്കുന്ന പോലല്ലേ ഉള്ളൂ. അത് ശരിയാ. എന്നാലും ഇത്രയും സമർത്ഥനായ ഒരാളെ നേരത്തെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. അക്കാര്യത്തിൽ എനിക്ക് ഏറ്റവും വിഷമം. ജോത്സ്യനുണ്ടായിരുന്നെങ്കിൽ കീറ് കൃത്യമായിട്ട് പറഞ്ഞേനെ ആരെ നിങ്ങളുടെ ദത്തെടുപ്പ് പരിപാടി മുടക്കിയെന്നും. ആരായാലും കണ്ടുപിടിക്കേണ്ടതാ.
അങ്ങനെയല്ലേ നന്ദനെ? ആരും ആയിക്കോട്ടെ, അവരോട് ക്ഷമിക്കാന്നാ ഞങ്ങൾ വിചാരിക്കുന്നത്. ക്ഷമിക്കാനോ? അതെ, ഒന്നുകിൽ അറിവില്ലായ്മ, അല്ലെങ്കിൽ എന്നോടോ നന്ദനോടുള്ള വിരോധം, അതുമല്ലെങ്കിൽ ഈ കുടുംബത്തിനോടുള്ള എന്തെങ്കിലും പക. മതി. അങ്ങനെ എന്തെങ്കിലും ഒരു വിദ്വേഷം ഉള്ളിലുള്ളവർക്ക് ഇത്തരം നെറുകെട്ട പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും. അവരോട് ക്ഷമിക്കുകയല്ലാതെ എന്ത് ചെയ്യാനാ? അത്തരക്കാരോട് വിരോധം കൊണ്ടിരുന്ന നമ്മളും അതുപോലെ തരംതാണ് പോയില്ലേ? നിങ്ങളായതുകൊണ്ട് ക്ഷമിച്ചു, പക്ഷേ ദൈവം ക്ഷമിക്കാൻ തോന്നുന്നില്ല. എന്തോ വലിയ ഏടാകൂടം അവർക്ക് വേണ്ടി ഈശ്വരൻ കാത്തു വെച്ചിട്ടുണ്ട്. എന്തു പറ്റി ചേച്ചി? അയ്യോ അയ്യോ, ഈ കസര എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. വല്ലാത്ത വേദന. ആർക്കോ ദൈവം ശിക്ഷ കൊടുക്കുന്ന ചേച്ചി പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോ കാർത്തികേച്ചിക്ക് ശിക്ഷ കിട്ടിയതുപോലെയായി. ആള് മാറി ശിക്ഷിക്കാൻ ദൈവത്തിന് എന്താ ബോധമില്ലേ? കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ? ഉറിഞ്ഞില്ലാന്നേ ഉള്ളൂ. യതീന്ദ്രൻ വിളിക്കുവോ? നാളെ വെള്ളിയാഴ്ചയല്ലേ, ഇനി നാളെ വിളിക്കും. എന്തിന്? ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനമെടുത്തു. അത് യതീന്ദ്രനെ അറിയിക്കണം. അതിനു മുമ്പ് ഇയാളെ അറിഞ്ഞിരിക്കണം. നന്ദന പറയും. സാന്ത്വനത്തിൽ മാത്രമല്ല, വേറെ സ്ഥാപനങ്ങളിലും കുട്ടികളുണ്ടെന്ന് കാർത്തികേച്ചിയാ പറഞ്ഞത്. എങ്കി ഒന്ന് അന്വേഷിക്കാന്ന് വിചാരിക്കാം. വിചാരിക്കുകയാണെന്ന് പറഞ്ഞാൽ പോരാ, തീരുമാനമാണ്. എവിടെ നിന്നായാലും വേണ്ടില്ല, ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്താ ചേച്ചി? ഏയ് ഒന്നുമില്ല. ചേച്ചി ഒന്ന് ഞെട്ടിയതുപോലെ. ഞെട്ടിയതല്ല, നിങ്ങളുടെ തീരുമാനം അറിഞ്ഞതിന്റെ ത്രില്ലുകൊണ്ട് ഏന്ന് പറഞ്ഞു പോയതാ. സ്വന്തമായിട്ടൊരു കുഞ്ഞ്, അതാണ് ആഗ്രഹം. ദൈവം തന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എങ്കിലും കുറച്ചു നാളും കൂടി നോക്കും. ഫലമില്ലെങ്കിൽ അഡോപ്ഷന്റെ കാര്യങ്ങളിലേക്ക് കിടക്കണം. എവിടുന്ന് ദത്തെടുക്കാൻ ആലോചിക്കുന്നേ? സമയാവട്ടെ, എന്നിട്ട് ആലോചിക്കാം. വെൽവിഷേഴ്സ് അപവാദങ്ങളായിട്ട് എത്തുന്നതിന് മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അതാണ് പ്രശ്നം. ഇനി അതൊന്നും ഏൽക്കില്ല. അങ്ങനെ ചില പാർട്ടികൾ ഗോസിപ്പുമായി വരാൻ ഇടയുണ്ടെന്ന് നമ്മൾ നേരത്തെ സൂചന കൊടുക്കും. അത്ര കൊള്ളില്ലല്ലോ, അല്ലേ ചേച്ചി? കാർത്തികേച്ചി? അതെ അതെ. മനീഷേട്ടാ, ഓ ബാഗിനകത്തൊരു ചെറിയ ടിന്നിൽ അച്ചാർ വെച്ചിട്ടുണ്ട്. എന്തിനാടി? മനീഷേട്ടനെ കൊണ്ടുപോവാൻ. അവിടെ ചെന്ന് ചോറിന്റെ കൂടെ കൂട്ടാലോ. അതിന് ഇവിടുന്നേ പുതുകിട്ടി കൊണ്ടുപോകണം. അതൊന്നും വേണ്ടി.
അച്ചാറ് മാങ്ങയാണോ? ആ എന്നാ ചെറുതാക്കണ്ട, വലിയ ടിന്നെടുത്തോ. മാങ്ങാച്ചാറ് നല്ലൊരു ടച്ചിങ്സാ. എന്താണെന്ന്? എടീ, മാങ്ങാച്ചാറ് നല്ല ടേസ്റ്റിങ്സ് ആണ്, മനസ്സിലായ? നല്ല രുചിയാണ്. ഓ, ഇംഗ്ലീഷും അറിയില്ല. ഫോൺ റിങ് ചെയ്യുന്നുണ്ട് മനുഷ്യട്ടന്റെ. ആ, ഒന്നെടുത്തേ. ആ ഹലോ, മനീഷില്ലേ? മനീഷോ? ഇതാരാ വിളിക്കുന്നേ? സ്റ്റെല്ല. ആരാ? ഒന്നുകൂടെ പറഞ്ഞേ. സ്റ്റെല്ല. നോക്കാരാന്ന്? ലൈലേ, ലൈലേ, ഒന്നിങ്ങി വന്നേ. ഹലോ ഹലോ, ഹലോ, എപ്പോഴാ വരുന്നത്? സ്റ്റെല്ലയാണോ? അപ്പൊ എന്റെ ശബ്ദം കേട്ടാ മനസ്സിലാവും. എന്തിനാ വിളിച്ചെന്ന് പറ. വൈഫ് അടുത്തുണ്ട്. ഇപ്പൊ ഇല്ല. രാവിലെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ഒരു ദിവസം കാണാതായപ്പോഴേക്ക് എനിക്ക് വിഷമമായി കേട്ടോ. അതെന്താ? എനിക്കറിഞ്ഞൂടാ. എന്തായിരിക്കും വിഷമമെന്നൊന്ന് പറഞ്ഞതാ. എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, ഞാനിപ്പോ അതെങ്ങനാ പറയാ? അതെനിക്ക് എങ്ങനെ അറിയാനാ? മനീഷ് എപ്പോഴാ തിരിക്കുന്നേ? ഞാൻ റെഡിയായി കഴിഞ്ഞു. എന്ന് പെട്ടെന്ന് വാ. അതെ, പെട്ടെന്ന് വന്നിട്ട് എന്തിനാ? അതൊക്കെ വന്നിട്ട് പറയാം. ശരി. ഓ, ആ ശരി. മതി, ഞാൻ വന്നിട്ട് വാങ്ങിപ്പോയാ മതി. മതിയെന്ന്. അത് മതിയെന്ന് പറഞ്ഞപ്പോ. അതെ, ഫോൺ വെക്കി. അല്ല പിന്നെ എന്താ മനുഷ്യട്ടാ? എടീ, ജോലി ചെയ്യാൻ അറിയത്തില്ല, മുഴുവൻ ഡൗട്ടാ. സർട്ടിഫിക്കറ്റും പൊക്കി പിടിച്ചോണ്ട് അക്കൗണ്ടന്റ് ആണെന്നും പറഞ്ഞ് നടന്നോളും. അക്കൗണ്ടന്റ് ആയാലും സൂപ്രണ്ട് ആയാലും അവള് മനീഷേട്ടന്റെ പേര് വിളിച്ചത് എനിക്ക് ഒട്ടും പിടിച്ചില്ല. എങ്ങനെ? ഞാൻ ഫോൺ എടുത്തപ്പോ മനീഷ് ഇല്ലെന്നാ ചോദിച്ചത്. നിങ്ങളെ പേര് ചൊല്ലി വിളിക്കാൻ അവളാരാ? അവളെങ്ങനെ ചോദിച്ചോ? ആന്ന്, എന്റെ നാക്ക് ചൊറിഞ്ഞു വന്നതാ. എന്റെ നാക്കും ചൊറിയുന്നുണ്ട്. കയ്യോടത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അത്രയ്ക്കായ അവള്. അല്ല പിന്നെ. അവൾ അത്രയ്ക്കായ. ഇപ്പൊ ശരിയാക്കി തരാം. അതെ, അക്കൗണ്ടന്റിനേക്കാൾ മുകളിലുള്ള പോസ്റ്റാണ് മാനേജർ, അതും സീനിയർ മാനേജർ. എന്ത് ധൈര്യത്തിലാണ് ഇയാൾ എന്റെ പേര് വിളിച്ചത്? നോ നോ നോ, സോറി ഒന്നും എനിക്ക് കേൾക്കണ്ട. കോൾ മീ ഒള്ളി സാർ. അല്ലെങ്കിലേ ജോലിന്ന് പിരിച്ചുവിടും ഞാൻ. മൈൻഡ് ഇറ്റ്. മനസ്സിലായോ ലൈലേക്ക്, സ്റ്റെല്ലേക്ക്? മേല ഇത് ആവർത്തിച്ച കേട്ടല്ലോ. ഇങ്ങനെ വേണം മനീഷേട്ടാ. നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് വേണം നിർത്താൻ. എടി, അതാണ് മാനേജർ മനീഷ് യോറാം. ലൈലക്ക് സന്തോഷായോ? ഏത് സന്തോഷം? ഓ, എടി, സന്തോഷമായോന്ന്. സന്തോഷായോന്ന് ചോദിക്കുന്നതാണ് സ്റ്റൈല്, മനസ്സിലായോ? അമ്മ എന്തേടി? അടുക്കളയിലുണ്ട്. വിളിച്ചേ. അമ്മേ, അമ്മേ, ദേ മനീഷേട്ടൻ. നീ ഇറങ്ങാറായോ? ഇപ്പൊ തന്നെ ലേറ്റായി. ഓഫീസിൽ നിന്ന് വിളി വന്നു. പോട്ടടി അമ്മേ. ശരി. അപ്പൊ ഓക്കെ, ബൈ, സീ യു. നന്ദനെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി. നീ ആ ഫോണിങ് എടുത്തേ. ഫോൺ ചെയ്യുകയല്ലമ്മേ വേണ്ടേ, ചേച്ചിയെ നേരിട്ടൊന്ന് പോയി കാണണം. അമ്മ നന്ദേച്ചിയുടെ വീട് വരെ പോണം. ചേച്ചിയും ഭർത്താവിനെയും കണ്ട് നമ്മുടെ നന്ദി അറിയിക്കണം. മനീഷേട്ടനെ ഇങ്ങനൊരു വഴിയിലേക്ക് കൈപിടിച്ച് നടത്തിയില്ലേ, അതിന്റെ നന്ദി ഫോണിലല്ല പറയേണ്ടത്. ശരിയാ നീ പറഞ്ഞത്.
എങ്കിലേ നീയും വൈൻ്റെ കൂടെ നമുക്ക് രണ്ടുപേർ കൂടെ പോവാം. അയ്യോ ഞാനെന്തിനമ്മേ വരുന്നത്? നീ മനീഷിന്റെ ഭാര്യയല്ലേ, നന്ദനയ്ക്കത് സന്തോഷാവും. നമ്മൾ ഒരുമിച്ചാ പോകുന്നത്. എങ്കി മനീഷേട്ടനോട് ഇപ്പൊ പറയണ്ട, പിന്നെ അറിയട്ടെ. മനീഷയുടെ സ്ഥിരം പറയുന്നത് പോലെ നമുക്ക് അങ്ങോട്ടൊന്ന് ഞെട്ടിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. നന്ദന കൊടുത്തയച്ച സാരി ഉടുത്തോണ്ട് വേണം അവളുടെ മുന്നിലേക്ക് ചെല്ലാൻ. അത് നന്ദന ഒട്ടും പ്രതീക്ഷിക്കില്ല. എന്താ? ആ അത് മതി. ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയ വീടാമേ, ഒരു കോവിലകം തന്നെ. വാ. ആ ഓ എഴുന്നള്ളുന്നുണ്ട്. ആ വാ ചേച്ചി. ഇതാരാ? എന്റെ മരുമോളാ. ആഹാ, മനീഷിന്റെ ഭാര്യയോ? ലൈല എന്നല്ലേ പേര്? ആ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നന്ദനേ, ആ കേറി വാ ചേച്ചി. ഉദയേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ. ആ നന്ദനേ കേറി വാ. നന്ദനേ. ആ സുമിത്രാമ്മേ, ലൈലേ വരൂ. എന്ത് പറ്റി സുമിത്രാമ്മയ്ക്ക്? ഒന്ന് വരണം തോന്നിയല്ലോ. ലൈലയുടെ നിർബന്ധമായിരിക്കും. ലൈല പറഞ്ഞു എന്നുള്ളത് നേരാ. ഞാൻ അടുക്കളയിലേക്ക് പോവാ ചേച്ചി. വർത്താനം പറഞ്ഞിരിക്കാൻ എനിക്ക് സമയമില്ല, കുറച്ച് ജോലിയുണ്ടേ. സാരി ഉടുത്ത് ഞാൻ ഇതുവരെ ലൈലയെ കണ്ടിട്ടില്ല. ചേരുന്നുണ്ട്. ഞാൻ സാരി ഉടുക്കാറില്ല ചേച്ചി, ഇങ്ങോട്ട് വന്നതുകൊണ്ടാ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. സുമിത്രാമ്മയുടെ സാരിയും പുതിയതാന്ന് തോന്നല്ലോ. ഇതെന്ത് ചോദ്യാ നന്ദനെ? ഒന്നും അറിയാത്ത പോലെ. മോള് കൊടുത്തയച്ച 4 സാരിയും ഞങ്ങൾക്ക് ഇഷ്ടായി. മനീഷേട്ടന്റെ കയ്യില് നന്ദേച്ചി ഇങ്ങനെ സാരി സമ്മാനമായി കൊടുത്തുവിടുമെന്ന് ഞങ്ങള് വിചാരിച്ചതേയില്ല. ഞാൻ സാരി കൊടുത്തയച്ചില്ലല്ലോ. നന്ദന എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ചായ ഇടാം ഞാൻ. ലൈലയ്ക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം? എന്തായാലും ഇഷ്ടാ. നന്ദനെയും ഭർത്താവിനെയും കണ്ട് നന്ദി പറയാനാ സത്യത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മനീഷേട്ടനെ ചേച്ചി ശരിക്കും രക്ഷപ്പെടുത്തുമായിരുന്നു. ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ലായിരുന്ന സമയത്താ നന്ദനെ അവനെ ഇങ്ങോട്ട് വിളിച്ച് ജോലി കൊടുത്തത്. ഇപ്പോ മനീഷേട്ടന് നല്ല മാറ്റമുണ്ട്, പഴയ ദുശീലങ്ങളൊന്നുമില്ല. അതിന് നന്ദി പറയേണ്ട ആവശ്യം എന്താ? എന്റെ ചുമതലയല്ലേ. സത്യത്തിൽ ഞാനല്ല, ഇവിടെ ഒരാളാ മനീഷിനെ വിളിക്കാൻ മുൻകൈ എടുത്തത്. എന്ന് കരുതി അങ്ങോട്ട് നന്ദി പറയണമെന്നില്ല, അതൊട്ട് ഇഷ്ടപ്പെടുകയില്ല. മാനേജർ എന്നൊക്കെ പറയുമ്പോ ഉത്തരവാദിത്തമുള്ള ജോലിയല്ലേ. അതിനുള്ള കഴിവും പക്വതയൊക്കെ ഉണ്ടോ മനീഷിന്? എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ശരിയാവും. ജോലിക്ക് വരാൻ വലിയ ഉത്സാഹം മനീഷേട്ടന്. വീട്ടിൽ വന്ന ഉടൻ തിരിച്ചു പോകുന്ന കാര്യം പറയുന്നത്. പഴയതുപോലെ കള്ളത്തരവും ചുറ്റിക്കളിയും ഒന്നുമില്ല അവന്. അതാ ഇപ്പോ ഒരു ആശ്വാസം. ഇത്തവണ വന്നപ്പോഴാണോ മനീഷി സാരി കൊണ്ടുവന്നത്? അതെ ചേച്ചി. എന്താ നന്ദനെ? ഒന്നുമില്ല സുമിത്രാമ്മേ. മനീഷിന്റെ വൈഫ് ഇത്രയും സുന്ദരിയായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ലൈലയെ പോലിരിക്കുന്ന ഏതോ ഒരു സിനിമാ നടിയുണ്ട്. തൃഷയാണോ? ഞാൻ ഓർക്കുന്നില്ല.
നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നു അല്ലേ? ആ മനീഷിന്റെ ഒരു ഭാഗ്യം. അയാൾക്ക് എന്ത് യോഗ്യതയുള്ളത് ഇതുപോലൊരു പെൺകുട്ടിയെ കിട്ടാൻ? മനീഷേട്ടന് ജോലിയുണ്ടല്ലോ. ഹ, അതിപ്പോഴല്ലേ, നേരത്തെ. അത് പോട്ടെ, അമ്മായിയമ്മ എങ്ങനുണ്ട്? കുഴപ്പമില്ല ചേച്ചി. അതിസാമർത്ഥ്യക്കാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. മനീഷേട്ടനോട് വഴക്കൂടുമായിരുന്നു. എന്നോട് നല്ല സ്നേഹത്തിലാ പെരുമാറുന്നേ. അതെ, കുറ്റബോധം കൊണ്ടായിരിക്കും. അതാ ലൈലയോട് സ്നേഹം കാണിക്കുന്നേ. കുറ്റബോധം എന്തിനാ? നിങ്ങളുടെ ഭാവിയുടെ കാര്യം ഓർത്തിട്ട്.